കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു മരിച്ച ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല എന്ന് കുടുംബം. ലീല ധരിച്ചിരുന്ന സ്വർണ്ണമാലയും കമ്മലുകളും കാണാനില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട്. സമീർ, ഈ ലീലയുടെ കുടുംബം പറയുന്നത് എന്താണ് സമീർ? റിജിത്ത്, വ്യാഴാഴ്ച സന്ധ്യയോടെയാണ് ഈ ആന ഇടഞ്ഞ് വലിയ അപകടം മണക്കുല ക്ഷേത്രത്തിൽ ഉണ്ടായത്. അതിൽ 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു. ലീല, അതുപോലെ തന്നെ രാജൻ, അമ്മുക്കുട്ടിയമ്മ എന്നിവർക്കാണ് മരണം സംഭവിച്ചത്. 31 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു പുതിയ പരാതി വന്നിരിക്കുന്നത്. ലീലയുടെ കുടുംബമാണ് കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ലീലയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. 4 പവനോളം സ്വർണ്ണം നഷ്ടമായിട്ടുണ്ട് എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന 4 സ്വർണ്ണ വളകളും മോതിരവും മാത്രമാണ് ലഭിച്ചത്. കമ്മലുകൾ, അതുപോലെ തന്നെ വലിയൊരു മാല, ഇതെല്ലാം തന്നെ നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ക്ഷേത്ര ഭാഗത്ത് ഈ അപകടമുണ്ടായ സമയത്ത് നഷ്ടമായതോ അതല്ല എങ്കിൽ അത് ആശുപത്രിയിൽ നിന്ന് നഷ്ടമായതോ ആവാം. എന്തായാലും ഒരു മോഷണമാണ് എന്ന് നിലവിൽ പറയുന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള സാധ്യത തള്ളിക്കളയുന്നുമില്ല എന്ന കാര്യമാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ലീലയുടെ സഹോദരൻ ശിവദാസൻ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.